പരസ്പരം പഴിചാരൽ നിർത്തി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് പടത്തിക്കണ്ടത്തിൽ. കൃഷി മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വികസനമാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കോതമംഗലം ബിഷപ്പ് ഹൗസിൽ നടന്ന സംസ്ഥാന സർക്കാരിന്റെ പൗരപ്രതികരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗശല്യ വിഷയത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഈ കാർഷിക മേഖലയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള വന്യമൃഗങ്ങളുടെ വലിയ ശല്യം. അത് ഞങ്ങളെ അനുഭവിക്കുന്നതാണ്. ഞാനൊരു 2 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, കോതമംഗലത്തേക്ക് കാട്ടാന വരാനായിട്ട് സമയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പൊന്നേക്കാട്ടിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ വ്യവസ്ഥകളൊക്കെ ആണെങ്കിൽ പരിഗണന വന്നിട്ടുണ്ട്. അതിന് ദൂരമൊന്നുമില്ല, കല്ലൂർക്കാട് വന്നു. അപ്പൊ അതുകൊണ്ട് കോതമംഗലത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം. അത് ഗവൺമെന്റുകളെ, കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിട്ട് കാര്യമില്ല. ഒരുമിച്ചിരുന്ന് ഒരു വ്യക്തമായ പ്രോഗ്രാം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഭീതി കൂടാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ വികസനം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടൂറിസം, ഇക്കോ ടൂറിസം എങ്ങനെ വികസിപ്പിക്കാൻ സാധിക്കും, അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങളിവിടെ ചെറിയൊരു കാര്യങ്ങൾ നടത്തിയത്. എന്നിട്ട് അത് മൊത്തം പ്രശ്നമൊക്കെ അത് MLA അറിയാതെ നമ്മുടെ ഈ രാജപാത, ആലുവ മൂന്നാർ രാജപാത ഒന്ന് തുറക്കാനായിട്ട് നോക്കി. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലേ, ഉദ്യോഗസ്ഥന്മാര് പലപ്പോഴും സമ്മതിക്കുന്നില്ല. ഇവരെല്ലാം ഉണ്ടോ, വേറെ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും സമ്മതിക്കുന്നില്ല. അത് മന്ത്രിമാർക്ക് ഒരു കാര്യം, മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥർ പറയുന്നില്ല അതൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മന്ത്രിമാരെ കണ്ടത്, അതുകൊണ്ട് ഞാൻ പറയുന്നു, മന്ത്രിമാര് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പറഞ്ഞു, അവർക്കത് ചെയ്തുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നത് അവരുടെ സേഫ്റ്റി നോക്കുന്നു, മനുഷ്യരുടെ സേഫ്റ്റി അല്ല. പിന്നെ വന്യമൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ അവർ നോക്കുന്നു. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യേണ്ടത് ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം അത് നിങ്ങൾ നോക്കണം. ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തലിൽ നിന്ന് അഭിപ്രായ ശേഖരണം നടത്തിക്കൊണ്ട് ആന്റണി ജോൺ MLA പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു പ്രവർത്തനം ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 85,000-ലേറെ വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, അവർക്ക് കൃത്യമായി പരിശീലനം കൊടുത്തുകൊണ്ട് മുഴുവൻ വീടുകളിലും അവര് കടന്നു ചെന്നുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.